രാവിലെ ഇത്ര ടേസ്റ്റിലും ഇത്ര അടിപൊളിയായിട്ട് എളുപ്പത്തിലും ഉണ്ടാക്കാൻ പറ്റിയ വേറെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവുമോ എന്ന് തന്നെ ഡൗട്ടാണ് കേട്ടോ. ഇതേ അടിപൊളി ടേസ്റ്റിൽ ഒരു റവ മാവ് പിടിച്ചാലോ നമുക്ക്. ഇപ്പം തന്നെ നമ്മൾ ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചോ, പിന്നെ നമ്മളിന്ന് ഫോളോ ചെയ്തൊന്ന് ലൈക്ക് ചെയ്തൊന്ന് കമൻറ്റ് ചെയ്തോട്ടോ. അതിന് തന്നെ നമ്മൾ റവ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. അതിന് റവ ഇതേ ഒരു ചട്ടിയിലോട്ട് ഇട്ട് നല്ലപോലെ ഇതേപോലെ ഇളക്കി കൊടുക്കണം. അപ്പോൾ റവയുടെ അടി പിടിക്കാൻ പാടില്ല, നമ്മളിത് ഇതേപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചെയ്യാൻ. ഏകദേശം 5 മിനിറ്റ് അങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം അത് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പിന്നെ അതിലോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. അടുത്തത് ചെറിയൊരു പിടി ഉഴുന്നുകൂടി ഇട്ട് കൊടുക്കാം. ഇനി ആ കടുകും ഉഴുന്നും എല്ലാം നല്ലപോലെ ഒന്ന് പൊട്ടി വരണം കേട്ടോ. അപ്പോൾ അതിലോട്ട് അടുത്ത് നമ്മൾ ഇട്ട് കൊടുക്കുന്ന അണ്ടിപ്പരിപ്പാണ് കേട്ടോ. ഇതേ ഒരു പിടി അണ്ടിപ്പരിപ്പ്, അത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അത് കരിയാൻ പാടില്ല. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അടുത്ത് നമുക്ക് അതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ആ കറിവേപ്പിലൊക്കെ നല്ലപോലെ ഒന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് പച്ചമുളക്, പിന്നെ കുറച്ച് ഇഞ്ചി ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞത് കേട്ടോ. അതൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അടുത്ത് നമുക്കൊരു പകുതി സവാള കേട്ടോ, അത് ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞത് അത് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. സവാളയൊക്കെ നല്ലപോലെ ഒന്ന് വഴറ്റി വരണം കേട്ടോ. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ബീൻസ് കൂടി ചേർത്ത് കൊടുക്കാം. അത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നിങ്ങൾക്ക് ക്യാരറ്റൊക്കെ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മളിവിടെ ബീൻസാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മളിവിടെ 1 കപ്പ് റവയ്ക്ക് 1.25 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വെള്ളമൊക്കെ ഒഴിച്ച് അതിന് ശേഷം അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പിട്ടോ. അതിന് ശേഷം നമുക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ നെയ്യൊക്കെ മതി. ഇനി ഇത് അടച്ച് വെച്ചിട്ടേ നല്ലപോലെ ഒന്ന് തിളയ്ക്കാൻ വിടണം. അപ്പം നമ്മളത് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അടുത്ത് നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന റവയും കൂടി അതിലോട്ട് ഇട്ട് കൊടുക്കാം. ആ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നന്നായിരിക്കും. അപ്പം എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ആവാൻ സഹായിക്കും കേട്ടോ. കാരണം നമ്മൾ ഫുള്ള് റവ അതിലോട്ട് ഇട്ട് കൊടുത്തേ. ഇതെന്ന് വെച്ചാൽ പെട്ടെന്ന് വെള്ളം പറ്റും. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇപ്പം തന്നെ വെള്ളം ഏകദേശം വറ്റിയ പോലെയാണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ ഇളക്കി കൊടുക്കാം. നമുക്ക് കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഒന്ന് സെറ്റായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് അടച്ച് വെച്ചിട്ട് ഏകദേശം ഒരു 2-3 മിനിറ്റ് ഇതേപോലെ ഒന്ന് വേവിക്കാം കേട്ടോ. പെട്ടെന്ന് വേവും. റവ നമ്മൾ ഓൾറെഡി വറുത്തെടുത്താണ്. അത് നമ്മുടെ അടിപൊളി റവ മാവ് റെഡി ആയിട്ടോ. അപ്പോൾ എല്ലാവരും ഈ സംഭവം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളിന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ.